ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ വാട്സപ്പിൽ നിന്ന് സ്റ്റാറ്റസ് വെക്കുക. ഒരുപാട് പേരെ ഇവർ പറ്റിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് പേര് പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഗ്രീൻസ് എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരെയും പറ്റിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഒരുപാട് പേര് വാട്സപ്പിൽ ഇവരെക്കുറിച്ച് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. അവരുടെയൊക്കെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട്. ആദ്യം ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്നതായിട്ട് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനും വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രീൻസ് എന്ന പേരിലുള്ള. പറ്റുമെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ അവരെല്ലാവരെയും പറ്റിക്കുന്നുണ്ട്. പ്ലാൻസ് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങിച്ചതിന് ശേഷം പിന്നെ കസ്റ്റമേഴ്സ് വിളിച്ചാൽ അവർ അറ്റൻഡ് ചെയ്യുന്നില്ല, അതുപോലെ മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല, ക്യാഷ് തിരികെ കൊടുക്കുകയോ പ്ലാൻസ് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ ഒരു സ്ഥിരം പരിപാടി തന്നെയാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് എനിക്ക് മെസ്സേജുകൾ അയച്ചു തരുന്നത്. അതുപോലെ ഈ ഇടയ്ക്ക് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഇടയായി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഒരാൾ തന്നെ പല അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം ആളുകളെ പറ്റിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഈ കസ്റ്റമേഴ്സ് പരാതി പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് ഇത് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഞാനത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂം ചെയ്ത് നോക്കുക. ഞാൻ കാണാനിടയായ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ അക്കൗണ്ടുകളുടെയും ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ പ്ലാൻസ് ഒക്കെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഐഡികളൊക്കെ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അതൊക്കെ ഉപകാരപ്പെടും. നിങ്ങൾ ഇനി ആർക്കെങ്കിലും പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിനകത്തുള്ള ഏതെങ്കിലും ഐഡിയ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അക്കൗണ്ട് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും കാര്യമൊന്നുമില്ല, വീണ്ടും പുതിയ അക്കൗണ്ടുകളുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും. എന്നാലും നമ്മൾ പ്ലാൻസിന് ഓർഡർ ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒരു അക്കൗണ്ട് ആണ് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് എഴുതി സൂക്ഷിക്കാൻ പറഞ്ഞത്. ഇവർ പറ്റിച്ചു എന്ന് പരാതി പറഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ 2 കസ്റ്റമേഴ്സും പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ജയൻ എന്ന പേരിലുള്ള ഈ ഒരു ഫോൺ പേ നമ്പറിലേക്കാണ്. ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിലും ജയൻ എന്ന പേര് കാണാം. അപ്പോൾ ഇതുപോലെയുള്ള അക്കൗണ്ടുകളിൽ നിന്നാണ് കൂടുതലായിട്ടും പറ്റിക്കപ്പെടുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് എന്നെ കൊൽക്കട്ടയിലുള്ള ഒരാൾ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4 പേരെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് ആ വീഡിയോയ്ക്ക് താഴെ വന്നത്. ആ 4 പേര് ഒരുപാട് പേരെ പറ്റിക്കുന്നതായിട്ട് ആ കമൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബോഗൻവില്ലയിലെ തട്ടിപ്പുകാർ എന്ന പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ്സ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ കമൻറ്റ്സ് വായിക്കുമ്പോൾ ആരൊക്കെയാണ് പറ്റിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു 4 പേർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നത്, പറ്റിച്ചു എന്നും പറഞ്ഞ്. അതിനകത്ത് 2 പേർ എന്നെ വിളിച്ച് നല്ലതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറ്റിച്ചത് കൊണ്ടല്ലേ പറ്റിക്കപ്പെട്ടവരെല്ലാവരും അവർക്കെതിരെ ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ചെയ്തത് എന്നാൽ അതൊന്നും അവർ മനസ്സിലാക്കാതെ അതിനെല്ലാം കാരണം ഞാൻ ഒരാൾ മാത്രമാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനൊക്കെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് പേര് അവർക്കെതിരെ ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള, അതായത് അവർക്ക് പറ്റിക്കാൻ കഴിയാത്ത കുറേ ആളുകളും കൂടി അത് ആ നെഗറ്റീവ് കമൻറ്റ്സ് കാണാൻ ഇടയായത്. ചിലരൊക്കെ പ്ലാൻസ് ഓർഡർ വരെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ അവർ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തീർത്തു. അതിനകത്ത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്കെതിരെ ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീഡിയോ ചെയ്തോ, പക്ഷേ കമൻറ്റ് ബോക്സ് അപ്പോഴെങ്കിലും ഒന്ന് ഓൺ ആക്കിയിടണേന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരാളെ പറ്റി. അപ്പോൾ അയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു കമൻറ്റ് ബോക്സ് അപ്പോഴെങ്കിലും ഒന്ന് ഓൺ ആക്കി വെക്കണേന്ന് ഞാൻ പറഞ്ഞു. ഇതേ ആൾ തന്നെ എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ വീഡിയോ ചെയ്യുന്നത്, ഇനിയുള്ള ആരും പറ്റിക്കപ്പെടാതിരിക്കണം എന്നും പറഞ്ഞല്ലേ നീ വീഡിയോ ചെയ്യുന്നത്. എവരെയൊക്കെ കൊണ്ട് തന്നെ നിന്നെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ നിന്നെ കല്ലെറിയിപ്പിക്കുമെന്ന് ആ ഒരു മുന്നറിയിപ്പ് കൂടി എനിക്ക് അയാൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇറങ്ങുന്ന ടൈമിലും ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് പ്രതീക്ഷിക്കാം. അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ, ഓക്കെ. പക്ഷേ നിങ്ങൾ ആദ്യം ആ പാവങ്ങളുടെ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തേക്കണേ. ഒരുപാട് പേര്, അതിനകത്ത് ഒരുപാട് അമ്മമാർ വരെ ഉണ്ട്. അവർ വളരെ വിഷമത്തോടു കൂടിയാണ് എനിക്ക് മെസ്സേജുകൾ അയച്ചിരിക്കുന്നത്. മോളെ എന്ത് ചെയ്യൂന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഭർത്താവ് പോലും അറിയാതെയൊക്കെയാണ് ചിലർ ക്യാഷ് അയച്ച് കൊടുത്തേക്കുന്നത്.
പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ വീഡിയോ ഇറങ്ങിയ ടൈമിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് കിട്ടിയ ഒരാളുണ്ടായിരുന്നു. ആൾ വേറൊരാളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടല്ലേ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അവർക്കെതിരെ വന്നത്. അപ്പോൾ അതുകൊണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഇവരെയും കൊണ്ട് ഇങ്ങനെ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് വിളിച്ച് പറയിക്കാതെ ഡയറക്റ്റായിട്ടങ്ങ് കേസ് കൊടുക്കുക. നിങ്ങൾക്കെതിരെ ഒരുപാട് കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു തന്നിട്ട് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. അതുപോലെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വരെ വന്നിട്ട് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മതി എനിക്ക് കേസിനെയൊക്കെ നേരിടാൻ. പിന്നെ ഈ ഗ്രീൻസ് എന്ന് പറയുന്ന ചാനലില്ലേ, ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ കമൻറ്റ് ബോക്സ് ഒക്കെ എപ്പോഴും ഓൺ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അവർക്ക് വരുന്നുണ്ട്, പക്ഷേ അത് കറക്റ്റ് ടൈമിൽ തന്നെ അവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ പറ്റിക്കുന്നതിനെ പറ്റി അന്ന് ചെയ്ത ആ വീഡിയോയ്ക്ക് താഴെ ഈ പറ്റിക്കുന്ന ആളുകൾ തന്നെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വളർത്താൻ വേണ്ടി എനിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ കമൻറ്റ് തന്നെ ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ പറ്റിപ്പുകാരെയൊക്കെ പറ്റി തൽക്കാലം ഇത്രേ പറയാനുള്ളൂ. ഇന്നൊരു സെയിൽ വീഡിയോ കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് കണ്ടോളൂ. ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് സെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ പറ്റിപ്പുകാരെ പറ്റി തൽക്കാലം ഇത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരുടെയും കെണിയിൽ അകപ്പെടാതിരിക്കുക. എന്നെ വരെ പറ്റിച്ചിട്ടുണ്ട്, നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം സൂക്ഷിക്കണം. ഈ പറ്റിക്കുന്നവർക്ക് പ്രത്യേക ഒരു മിടുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പറ്റിപ്പ് വീരന്മാരെ പറ്റിയും പറ്റിപ്പ് വീരത്തികളെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എൻ്റെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും ശരി, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റിപ്പ് വീരന്മാരുടെയും പറ്റിപ്പ് വീരത്തികളുടെയൊക്കെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിനി നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാണ്. റെഡ് പിയോണി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഡാർക്ക് റെഡ് കളർ ലോട്ടസ് ആണ്. നന്നായിട്ട് മുട്ടുകൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ അവൈലബിൾ ആണ്. ട്യൂബർ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഈ താമരയുടെ മുകളിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മാത്രമേ മെസ്സേജ് അയക്കാവൂ. മറ്റേ നമ്പറുകളിലോട്ടൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും ക്യാഷ് പോകുന്നതായിരിക്കും. പിന്നെ ബൊഗെയിൻവില്ല ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞിട്ടുമുണ്ട്. പ്ലാൻസ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് റിപ്ലൈ തരാൻ കഴിയാഞ്ഞത്. കാരണം എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഓരോരുത്തരുടെയും ഫോൺ നമ്പർ എടുത്തിട്ട് തീർന്നു എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ്. അപ്പോൾ പ്ലാൻസ് ഇനി വീണ്ടും അവൈലബിൾ ആകുന്ന ടൈമിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്ന ടൈം തന്നെ നോക്കിയിട്ട് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. കാരണം വീഡിയോ ഇട്ടൊരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓഫർ പ്ലാൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പം തന്നെ ആ വീഡിയോ 1,14,000-ൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് എല്ലാവർക്കും കറക്റ്റായിട്ട് റിപ്ലൈ തന്ന് പോകാൻ കഴിയാത്തത്. ഇത് ബുച്ച എന്ന ലോട്ടസ് ആണ്. നല്ല ഉയരത്തിൽ മുട്ടുകൾ ഉണ്ടാകുന്ന, നല്ല വലിപ്പമുള്ള താമരപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് ഇതളുകൾ ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് ബുച്ച. നന്നായിട്ട് മുട്ടുകൾ ഉണ്ടാകുന്ന ഈ വെറൈറ്റിയുടെ ട്യൂബർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ ആവശ്യമുള്ളവർ ഈ താമരയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയയ്ക്കുക. വീണ്ടും എടുത്തു പറയുകയാണ്, ഈ താമരയുടെ മുകളിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയക്കുക. അല്ലാതെ വീഡിയോയുടെ ഏറ്റവും ആദ്യമൊക്കെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിലേക്ക് വാട്സപ്പ് നമ്പറിലേക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് ക്യാഷ് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ ഈ നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയയ്ക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ എവിടെയും കയറി പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക. എന്നോട് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. ഇത് പീക്ക് ഓഫ് പിങ്ക് എന്ന വെറൈറ്റിയാണ്. നല്ല ഉയരത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന, ഒരുപാട് മൊട്ടുകൾ ഉണ്ടാകുന്ന, നല്ല വലിയ താമരപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പീക്ക് ഓഫ് പിങ്ക്. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ ആവശ്യമുള്ളവരും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇത് അഖില എന്ന വെറൈറ്റിയാണ്. നട്ട് ഒരാഴ്ചക്കകത്ത് തന്നെ മൊട്ടുകൾ വന്ന് തുടങ്ങുന്ന, നല്ല വലിയ താമരപ്പൂക്കൾ ഉണ്ടാകുന്ന, കൂർത്ത മൊട്ടുകൾ ഉണ്ടാകുന്ന, അതുപോലെ ഇതിൻ്റെ ഇതളുകളും നല്ല കൂർത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് അഖില. ഇതിൻ്റെ ട്യൂബർ അവൈലബിൾ ആണ്. ട്യൂബർ ഒട്ടും കിട്ടാത്തൊരു വെറൈറ്റി കൂടിയാണ് ഇത്. 2-3 വർഷം കഴിയുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്ന് ഒരു ട്യൂബറെങ്കിലും കിട്ടാറുള്ളത്. പലപ്പോഴും റീപോർട്ടിങ് ചെയ്ത് നോക്കുമ്പോൾ ട്യൂബർ ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഈ 4 വെറൈറ്റികളാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 4 വെറൈറ്റി മാത്രമേ ഉള്ളൂ. സെയിൽ വീഡിയോസ് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് കൊറിയർ അയച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 വെറൈറ്റിയുടെ ട്യൂബേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതും ഓരോ ട്യൂബർ വെച്ചിട്ട് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു ട്യൂബറായിട്ടും കൊറിയർ അയച്ച് തരുന്നതാണ്. കാരണം ചിലരുടെയൊക്കെ സംശയമാണ്, വാട്സപ്പിൽ ചോദിക്കാറുണ്ട്, ഒരു ട്യൂബറായിട്ട് നിങ്ങൾ അയച്ചു തരുമോ എന്ന്. ഒരു ട്യൂബറായിട്ടും കൊറിയർ ചെയ്ത് തരുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തേക്കും കൊറിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.